ഇനി അടുത്ത നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ഇലക്ട്രോ കെമിക്കൽ സെൽ നേരെ തിരിച്ചിട്ടാൽ മതി. എന്താണ് സാധനം എന്നറിയാം. ദ സെൽ അല്ലെങ്കിൽ ഡിവൈസ് വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി is called as electrochemical cell. Device which is used to convert chemical energy into electrical energy is called as electrochemical cell. Electrochemical cell വേറെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? Electrochemical cell is also known as galvanic cell. ലൂയിഗി ഗാൽവനി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിലാണ് ഈ ഗാൽവനിക് സെൽ അറിയപ്പെടുന്നത്. Or it is also known as voltaic cell. Voltaic cell, അലസാൻഡ്രോ വോൾട്ട. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് തന്നെ പുള്ളിയുടെ പേരിലാണ്, വോൾട്ട്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെൽ, ഗാൽവനിക് സെൽ, വോൾട്ടായിക് സെൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഗതി എന്ന് പറഞ്ഞത്? ഡിവൈസ് വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസിന്റെ പേരെന്തായിരുന്നു? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോലിറ്റിക് സെൽ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിളായിട്ട് വരുന്ന സംഗതിയാണ് ഡാനിയൽ സെൽ. എക്സാമ്പിൾ ഫോർ ഇലക്ട്രോ കെമിക്കൽ സെൽ ഈസ് ഡാനിയൽ സെൽ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ വേറെ പേരുകളാണ് ഗാൽവനിക് സെല്ലും വോൾട്ടൈക് സെല്ലും. അവയ്ക്ക് എക്സാമ്പിളായിട്ട് വരുന്ന സാധനമാണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് എ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. ഇത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് ഡിപ്പ് ചെയ്ത് വെക്കുക? ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ ഇപ്പുറം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഇപ്പുറത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. എ കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. പറയും ശ്രദ്ധിച്ചോളെ, എ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് എ കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആൻഡ് ദീസ് ടു ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് എക്സ്റ്റേണലി. ഈ രണ്ട് ഇലക്ട്രോഡ്സും എക്സ്റ്റേണലി കണക്ട് ചെയ്യുക ഒരു വോൾട്ട്മീറ്റർ വെച്ചു. These two electrodes are connected externally by a voltmeter and internally by a salt bridge. Externally ഒരു വോൾട്ട്മീറ്റർ വെച്ചും ഇന്റേണലി ഏത് വെച്ച് കണക്ട് ചെയ്യാനാണ് പറയുന്നത്? ഒരു സോൾട്ട് ബ്രിഡ്ജ്. ഇതൊക്കെ കണ്ടല്ലോ, റിഡോക്സ് റിയാക്ഷൻ നമ്മൾ ഈ സാധനമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റേണലി ബൈ എ സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഒരു ഡയഗ്രം വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പോർഷൻസും മാർക്ക് ചെയ്തോളണം. ഇതെന്താണെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് സിങ്ക് റോഡ്. സിങ്ക് റോഡ് ഏതിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്? ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പുറത്ത് കോപ്പർ റോഡ്. കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആനോഡ് ആരാണ്? ഒരു ഇലക്ട്രോഡ്സ് ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആനോഡും കാത്തോഡും വേണം. ഇവിടെ ആനോഡ് ആരായിരിക്കും? സിങ്ക് ആണോ കോപ്പർ ആണോ? സിങ്ക് ആണ്. സിങ്ക് റോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സിങ്ക് റോഡ് ആക്ട് ആസ് ആനോഡ് ആൻഡ് കോപ്പർ റോഡ് ആക്ട് ആസ് കാത്തോഡ്. കാത്തോഡായി കോപ്പറും ആനോഡായി സിങ്കും. ഇനി വേറൊരു ചോദ്യം, ആനോഡിൻ്റെ ചാർജ് എന്താണ് ഇവിടെ? നെഗറ്റീവാണ് പോസിറ്റീവാണ്? ആനോഡിൻ്റെ ചാർജ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. മാറിപ്പോവരുത്, കാത്തോഡാണ് പോസിറ്റീവ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നേരെ തിരിച്ചാണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവുമാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവുമാണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ പേരെന്താ? റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? അത് ഏത് സെല്ലായാലും ആനോഡിൽ എന്തേ സംഭവിക്കുള്ളൂ? ഓക്സിഡേഷനെ സംഭവിക്കും. അത് ഇലക്ട്രോലിറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആനോഡ് അല്ലേ, ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഓൾവേസ് അറ്റ് ആനോഡാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കാൻ, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് ആനോഡ് കാണിക്കുക, റൈറ്റ് സൈഡിലാണ് കാത്തോഡ് കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഓർത്ത് വെക്കാൻ നിങ്ങൾ ഒറ്റ ടേം ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു വാക്ക് ഓർമ്മിച്ച് വെക്കുക. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് കേൾക്കുമ്പോൾ ലോൺ എന്ന് പറയുന്ന വാക്ക് ഓർമ്മിക്കണം. ഏത് സെല്ലിലാണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുമ്പോൾ ലോൺ എന്ന് പറയുന്ന വാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അറിയുമോ? ഈ എ ആണ് ആനോഡിനെ റെപ്രസെന്റ് ചെയ്തത്. ആനോഡിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സാധനമാണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കും. ആനോഡ് എപ്പോഴും എവിടെ എടുക്കുന്ന പറയുന്നത്? ലെഫ്റ്റിൽ. ഒരു ഡയഗ്രം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന സംഗതി ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതിലെപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും എന്തുണ്ടാവുക? ആനോഡ് ഉണ്ടാവുക. ആനോഡിൻ്റെ ചാർജാണ് ഈ എൻ നെഗറ്റീവ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടി. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ലോൺ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെച്ചാൽ പിന്നെ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ് ആണെന്ന് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ സാധനം ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്, അല്ലെങ്കിൽ ആനോഡിൽ ഓക്സിഡേഷൻ, ആനോഡ് ലെഫ്റ്റിൽ, ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ?
ഇതാണ് സംഗതി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനി റിയാക്ഷൻ ശ്രദ്ധിക്കാമല്ലോ നമുക്ക്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആനോഡ് ഇവിടെ സിങ്ക് ആണ്. സിങ്കിന് ഓക്സിഡേഷൻ നടന്നാൽ എന്താ സംഭവിക്കുക? Zn gives Zn2++2 ഇലക്ട്രോൺ. Zn gives Zn2++2 ഇലക്ട്രോൺ ആണ് സംഭവിക്കുക അല്ലേ? ഇതാണ്. കാത്തോഡിലോ റിഡക്ഷൻ. കാത്തോഡിൽ എന്താ സംഭവിക്കുന്നത് അറിയുക? ഈ കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ അയോൺസ് ഈ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കോപ്പറായിട്ട് മാറും. ഓക്സിഡേഷൻ വെച്ചാൽ ഇലക്ട്രോൺ ലൂസിങ് ആണ്, റിഡക്ഷൻ വെച്ചാൽ ഇലക്ട്രോൺ ഗെയിനിങ് ആണ്. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ നോക്കാമല്ലോ. ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ, സെൽ റിയാക്ഷൻ എന്നൊക്കെ പറയും. എന്താണ് ഡാനിയൽ സെല്ലിൻ്റെ നെറ്റ് റിയാക്ഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn പ്ലസ് Cu2+ gives Zn2++ Cu1. This is the overall reaction at അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ ഇൻ ദി ഡാനിയൽ സെൽ. ഓക്കെ, ഇനി ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സിങ്ക് ഇലക്ട്രോഡ്. ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് എന്താ വരുന്നത് നിങ്ങൾ നോക്കിയിട്ട്. സിങ്ക് ഇലക്ട്രോൺ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നടന്ന് Zn2+2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് Zn2+ അയോൺസ് സൊല്യൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. Zn എന്തായി മാറിക്കൊണ്ടിരിക്കുക? Zn2+2 ഇലക്ട്രോൺ. അപ്പോൾ ഈ സിങ്കിൽ നിന്ന് Zn2+ അയോൺസ് സൊല്യൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഇങ്ങോട്ടേക്ക് വരും. അപ്പോഴാണ് ഈ കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോൺസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cu ആയി മാറുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഡാനിയൽ സെൽ ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം ഓപ്ഷൻ കാത്തോഡ് ടു ആനോഡ്, ആനോഡ് ടു കാത്തോഡ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ഇലക്ട്രോഡാണ്. കൃത്യമായിട്ട് പറയുന്നത് ഇലക്ട്രോൺ എവിടെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? ആനോഡിൽ. ആനോഡിലാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? കാത്തോഡിലേക്ക്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ഇതെങ്ങനെയാണ് കാണിക്കുക? എങ്ങനെയൊക്കെ പറയുന്നറിയാ? ഇൻ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിൻ്റെ കേസ് എടുത്ത് എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം ആനോഡ് ടു കാത്തോഡ്, ഓർ ഫ്രം നെഗറ്റീവ് ഇലക്ട്രോഡ് ടു പോസിറ്റീവ് ഇലക്ട്രോഡ്, ഓർ ഫ്രം സിങ്ക് ഇലക്ട്രോഡ് ടു കോപ്പർ ഇലക്ട്രോഡ്. 3 രീതി പറയാം. സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക്, ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയോ? ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ഫ്ലോ ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ നമ്മൾ പറയുക? കറണ്ട് ഫ്ലോസ് ഫ്രം കോപ്പർ ടു സിങ്ക് ഇലക്ട്രോഡ്, ഓർ ഫ്രം കാത്തോഡ് ടു ആനോഡ്, ഓർ ഫ്രം പോസിറ്റീവ് ഇലക്ട്രോഡ് ടു നെഗറ്റീവ് ഇലക്ട്രോഡ്. ഈ 2 ചോദ്യങ്ങളും എൻട്രൻസ് എക്സാമിന് മാറി മാറി വന്നിട്ടുണ്ട്. ബോർഡ് എക്സാംസിന് ABCD ടൈപ്പ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇതാണ് ശരി. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഒരു കാര്യം കൂടി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് Zn2+ അയോൺസും സൊല്യൂഷനിലേക്ക് വന്നു, ഇലക്ട്രോൺ വന്നു. ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഇങ്ങോട്ടേക്ക് പോയി. അപ്പം സൊല്യൂഷനിൽ ഏതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും? Zn2+ അയോൺസിന്. Zn2+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരിക എന്ന് വെച്ചാൽ ഇവിടെ ഏത് ചാർജ് കൂടി വരിക എന്ന് അർത്ഥമുണ്ട്? പോസിറ്റീവ് ചാർജ് കൂടി വരും. ഇനി ഇവിടുത്തെ അവസ്ഥയോ? ഇലക്ട്രോൺ ഇവിടെ എത്തുമ്പോൾ Cu2+ അയോൺസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cu ആയി മാറി. ഇതാരാണ്? ഈ സൊല്യൂഷൻ ആരാണ് ഇവിടെ? കോപ്പർ സൾഫേറ്റാണ്. കോപ്പർ സൾഫേറ്റിൽ Cu2+ അയോൺസ് Cu ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏത് അയോൺസാണ് ബാക്കി? SO4 2-. അതായത് ഏത് ചാർജ് എവിടെ അക്യുമുലേറ്റ് ചെയ്യുക? നെഗറ്റീവ് ചാർജ്. അതിനർത്ഥം സെല്ല് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ സൊല്യൂഷൻ്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇംബാലൻസ് ചെയ്യപ്പെടും. രണ്ടും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. ഇവിടെ ഇതും ന്യൂട്രൽ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. 2 സൊല്യൂഷൻസിൻ്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടില്ലെങ്കിൽ സെൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്കാവും. ഇലക്ട്രോണിൻ്റെ ഫ്ലോ രണ്ടും ന്യൂട്രലാണ് മാത്രമെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ നടക്കുള്ളൂ. ഇലക്ട്രോൺ ഫ്ലോ ഇല്ലാതാവും. ഇലക്ട്രോൺ ഫ്ലോ ഇല്ലാതാവാന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ഡെഡ് ആവും. അങ്ങനെ സെല്ല് ഡെഡ് ആവാതിരിക്കാനാണ് നമ്മൾ ഈ സാധനം വെച്ചിരിക്കുന്നത്. ഇതെന്താ സാധനം എന്താ പറയുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് സോൾട്ട്. സോൾട്ട് ബ്രിഡ്ജ് ഈസ് ആൻ ഇൻവേർട്ടഡ് U-ഷേപ്ഡ് ട്യൂബ്. U എന്ന് പറയുന്ന ലെറ്ററിന് തിരിച്ചിട്ട ഷേപ്പാണ്. U ഇങ്ങനെയാണ്, തിരിച്ചിട്ട ഷേപ്പാണ് ഇയാൾക്ക്. ഇൻവേർട്ടഡ് U-ഷേപ്ഡ് ട്യൂബ് കണ്ടെയ്നിങ് ആൻ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. ഇതിനുള്ളിൽ ഒരു ഇലക്ട്രോലൈറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. കണ്ടെയ്നിങ് ആൻ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് സച്ച് ആസ് ഏതൊക്കെയാണ് പറയുക? KCl, KNO3, NH4NO3 എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് U-ഷേപ്ഡ് ട്യൂബ് containing an inert electrolyte such as KCl, KNO3, NH4NO3, etc. Okay.
സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ സോൾട്ട് ബ്രിഡ്ജിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് KCl5 KCl KNO3 NH4 NO3 ഒക്കെ ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ. KCl ആണെങ്കിൽ ഇതിലേതൊക്കെ അയോൺ ഉണ്ടാവുക? K+N Cl- അയോൺസ് ആണ്. ഇയാൾ എന്താ ചെയ്യാന്നറിയുമോ? ഇവിടെ ഏത് ചാർജ് എക്സസ് ആയിട്ട് വന്നിരിക്കുന്നത്? പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി Cl- അയോൺസിനെ ഇങ്ങോട്ടേക്ക് വിടും. ആരെ ഇങ്ങോട്ടേക്ക് വരിക? Cl- അയോൺസാണ്. എന്നിട്ട് ഈ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനെ ഈ Cl- അയോൺസ് ന്യൂട്രലൈസ് ചെയ്യും. അതായത് സൊല്യൂഷൻ വീണ്ടും എന്താവും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് എക്സസ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആരാ വരിക? K+ അയോൺസാണ്. K+ അയോൺസ് വന്ന് ഇവിടെയും ന്യൂട്രലാണ്. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻസ് പറയുമ്പം എന്താ പറയേണ്ടതെന്ന് അറിയുക? ഒന്നാമത്തെ പറയുക, ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഇന്നർ സെൽ സർക്യൂട്ട്. ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഇന്നർ സെൽ സർക്യൂട്ട്. ഓക്കെ. രണ്ടാമത് പറയാൻ പറ്റുക, ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സൊല്യൂഷൻസ് ഇൻ ദ 2 half cells. Zinc rod dipped in zinc sulfate, that is called as 1 half cell. Copper rod dipped in copper sulfate, that is called as another half cell. ഈ 2 ഹാഫ് സെൽസിലെയും സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സോൾട്ട് ബ്രിഡ്ജ്.